തൃശൂർ പി.ജി സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും മർദ്ദിച്ച SI ആയിരുന്ന PM രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. രതീഷ് കുറ്റക്കാരനെന്ന അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണ മേഖല IG പരിശോധിച്ചു. 8 മാസമായി മുക്കിയ ഫയലാണ് നാണക്കേട് കാരണം ഇപ്പോൾ പുറത്തായത്. VS അനു ഉണ്ട് വിവരങ്ങളുമായി. അനു, അങ്ങനെ കാരണം കാണിക്കൽ നോട്ടീസ് എന്ന ആദ്യപടിയിലേക്ക് കടക്കുകയാണ്. നിവൃത്തികേട് കൊണ്ടാണ് ഇപ്പോൾ ആ ഫയലുകളെല്ലാം പുറത്തായത്. ആ നാണക്കേട് കാരണമാണ് ഇപ്പോൾ നടപടിയിലേക്കും കടക്കുന്നത്. ഇത് പ്രാരംഭ നടപടിയാണോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, ഏതായാലും PM രതീഷിനെതിരായിട്ടുള്ള നടപടികൾ തുടക്കം കുറിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ കഴിയുക. ഈ സംഭവം നടന്ന് ഇത്രയും മാസമായിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട മാധ്യമ വാർത്തകൾ, അതായത് നേരത്തെ കുന്നംകുളത്തുണ്ടായ സംഭവത്തിന് പിന്നാലെയാണ് ഈ PG സ്റ്റേഷനിലുണ്ടായ അതിക്രമത്തിൻ്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഈ കഴിഞ്ഞ മാസം ഓഗസ്റ്റ് 10-ാം തീയതി തന്നെ ഇതിൻ്റെ മിനിറ്റ്സ് ഫയലുമായി ബന്ധപ്പെട്ട് രതീഷിനോട് വിശദീകരണം തേടിയിരുന്നു. ഈ സെപ്റ്റംബർ 10-ാം തീയതിക്കുള്ളിൽ നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അയാൾ നൽകിയിട്ടില്ല. ഏതായാലും അതിനുശേഷം അടുത്ത ആഴ്ചയോടുകൂടി കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നാണ് IG-യുടെ ഓഫീസ് അറിയിക്കുന്നത്. അതിനുശേഷം നടപടി എടുക്കുമെന്നും IG-യുടെ ഓഫീസ് വ്യക്തമാക്കുന്നു. അയാളുടെ കൂടെ മറുപടി ലഭിച്ചതിന് ശേഷമാകും ഈ നടപടികൾ എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. 8 മാസം മുമ്പ് നടന്ന അല്ലെങ്കിൽ ഇത്ര ഒരു ഫയലിൽ ഇയാൾക്കതിന് നടപടി വേണം എന്നുള്ള ഫയല് ഉണ്ടായിരുന്നു. അന്ന് DYSP ശശിധരൻ നൽകിയ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. രതീഷിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന് പറയുന്ന റിപ്പോർട്ടിൽ ഇതുവരെയും നടപടി ഉണ്ടായിരുന്നില്ല. നേരത്തെ PV രതീഷ് SI ആയിരുന്നപ്പോൾ അത് ഉത്തരമേഖല IG-യുടെ പക്കലായിരുന്നു ഈ പറയുന്ന റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് ഇയാൾ CI ആയി പ്രൊമോഷനായി മറ്റൊരു സ്ഥലത്തേക്ക് മാറിയപ്പോൾ ആ നടപടി എടുക്കേണ്ടത് സൗത്ത് സോൺ IG ആയി. അങ്ങനെയാണ് സൗത്ത് സോൺ IG-ക്ക് ആ ഫയല് നൽകിയിട്ടുള്ളത്. ഈ ഫയല് ആണ്, ഈ പൊടിതട്ടിക്കിടന്ന ഈ ഫയലിലാണ് ഇപ്പോൾ ജീവൻ വയ്ക്കുന്നത്. അഖില, രതീഷിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്ന വാർത്തയാണ് വരുന്നത്. VS അനുവാണ് വിവരങ്ങൾ നൽകിയത്.